Welcome to Triple Profit Analytics Weekly Stock Market View dated 5th October. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 7th October മുതൽ 11th October വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ അടുത്ത കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള അതിൽ ഏറ്റവും വലിയൊരു സെൽ ഓഫാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത്. 1164 പോയിൻറ്റ്സാണ് കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നിഫ്റ്റി കറക്റ്റ് ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ കണ്ടു നിഫ്റ്റി ഇതിന് മുമ്പുള്ള ആഴ്ചയിൽ സെപ്റ്റംബർ മന്തിൽ 26,277 എന്നുള്ളൊരു പുതിയൊരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ഹെവി ആയിട്ടുള്ള സെൽ ഓഫിൽ 25,038 എന്നുള്ള ലെവലിൽ വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കുറച്ച് പുതിയതായിട്ട് നമുക്കറിയാം ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള പുതിയ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം മാർക്കറ്റിൽ ഓൾറെഡി ഒരു ഓവർബോട്ട് സിറ്റുവേഷനിൽ നിന്നിരുന്ന മാർക്കറ്റിൽ സെൽ ഓഫ് വലിയൊരു സെൽ ഓഫാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായത്. എന്തായാലും ഇത് പ്രതീക്ഷിച്ചതുപോലെയുള്ള തന്നെയുള്ള ഒരു പുൾ ബാക്ക് മാത്രമാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ദീപാവലിക്ക് മുന്നോടിയായിട്ട് വീണ്ടും ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടെ നമുക്ക് ഈ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. കുറേയധികം വ്യൂവേഴ്സ് നമുക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമുക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഫ്രൈഡേ വരെയും വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. കാരണം പുതിയതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. കൂടുതലൊരു വാർ സിറ്റുവേഷനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വാറിൻ്റെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം എന്തായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇറാനിനെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ നിൽക്കാനായിട്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ സിറ്റുവേഷൻ കൂടുതൽ ഒരു വഷളാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലുണ്ടാകുന്ന പ്രൈസിൽ വരുന്ന ഇൻക്രീസ് തന്നെയാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇൻഫ്ലേഷൻ കൂടും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എല്ലാം ഒരു പക്ഷേ പിന്നെയും ഡിലേ ആയേക്കാം എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. അപ്പോൾ എന്തായാലും അതാണ് പ്രധാനമായിട്ടും ഇന്ത്യയെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം. അത് പക്ഷേ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവരുടെ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ മോർ ദാൻ 5% എല്ലാം ക്യാഷ് ആയിട്ട് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട്സും HNIസും എല്ലാം മാർക്കറ്റിൽ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കറക്ഷൻ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അഡീഷണൽ ഫണ്ടുകളെല്ലാം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച കണ്ട ഒരു കാര്യമാണ് മോർ ദാൻ 32,000 ക്രോസിൻ്റെ സെല്ലിങ് നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയെന്നുണ്ടെങ്കിലും അതിന് കടപിടിക്കാവുന്ന രീതിയിൽ നമുക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ് വന്നതുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയും ഇതിലും വലിയ ഫോളിലേക്ക് പോവാതെ പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് വഴിയുള്ള റീറ്റെയിൽ ക്ലയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അപ്പോൾ ആ ഒരു പീരീഡിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്തായാലും വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ സെൻസെക്സിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം സെൻസെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ 81,688 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 85,978 ഒരു ഹൈ നമ്മൾ കഴിഞ്ഞ മാസം സെറ്റ് ചെയ്യുന്നത് കണ്ടതാണ്. എന്തായാലും ഈ ഫോൾ 3,883 പോയിൻറ്റ്സിൻ്റെ ഒരു ഹ്യൂജ് ഫോളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സെൻസെക്സിലും കണ്ടത്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ് ഇപ്പോൾ കാണുന്നത്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 58,474 ക്ലോസ് ചെയ്തത്.
കഴിഞ്ഞ ആഴ്ചയിൽ 1906 പോയിൻറ്റ്സിൻ്റെ കറക്ഷനാണ് നമ്മൾ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സിൽ കണ്ടത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 18,758 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 483 പോയിൻറ്റ്സ് ആണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും കഴിഞ്ഞ ആഴ്ചയിൽ കറക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും തേഴ്സ്ഡേയിലെ ഒരു 2% ഉള്ള നിഫ്റ്റിയുടെ ഒരു കറക്ഷൻ, ഒരു ഹ്യൂജ് കറക്ഷൻ തന്നെയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു ചൈനയിലെ പുതിയ സ്റ്റിമുലസുകൾ വന്നതിന് ശേഷം കുറേയധികം ഫണ്ടുകൾ ചൈനയിലേക്ക് ഇന്ത്യയൊക്കെ പ്രിഫർ ചെയ്ത് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഈ പുതിയ വാർ സിറ്റുവേഷൻ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ഒരു ജിറ്ററി സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതും കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂഡിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ കുറേയധികം HNIs അതുപോലെ തന്നെ PMS ഫണ്ട് മാനേജേഴ്സും അവർ വളരെ ഹ്യൂജ് മണിയാണ് അവരുടെ കയ്യിലിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സൈഡ് ലൈൻസിൽ. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്കൊരു ഒക്ടോബർ മന്തിലെ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ വാർ ലൈക്ക് സിറ്റുവേഷനും നമുക്ക് ഒരു അവസാനം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ്സ് വളരെ നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സും ഇൻവെസ്റ്റേഴ്സും ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ വളരെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ, ഒരു പുൾ ബാക്കുകൾ ഉണ്ടാകുമ്പോഴും പാനിക് ആകാതിരിക്കുക. സ്റ്റോക്കുകൾ വലിയ പാനിക് സിറ്റുവേഷനുകൾ മാർക്കറ്റിൽ വന്നാലും നമ്മൾ കോൺഫിഡൻസോടുകൂടി ഹോൾഡ് ചെയ്യുക. കാരണം മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഈ ഒരു വാർ സിറ്റുവേഷൻ അധികം കാലം കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഇന്ത്യ വാറിൽ പങ്കെടുക്കാത്തൊരു രാജ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവില്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം കയ്യിലുള്ള സ്റ്റോക്കുകളെ ആവറേജ് ചെയ്യണോ എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അത് ആവറേജ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ആവറേജ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്യാഷ് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ താഴെ ലെവലിൽ ലഭിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ലഭിക്കുമോ എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ പലപ്പോഴും നമ്മൾ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് പോലുള്ള അങ്ങനെയുള്ള സമയത്ത് പോലും നമ്മൾ പല നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊരു ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല. മാർക്കറ്റിൽ പലപ്പോഴും നമ്മൾ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പീരിയഡിൽ, എസ്പെഷ്യലി നമ്മൾ കുറച്ച് ലോങ് ടൈമിലേക്ക് എടുത്തിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഇതുപോലെയുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകാതെ നമുക്ക് എപ്പോഴും ബുള്ളിഷായിട്ടുള്ള മാർക്കറ്റിൽ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ബെയറിഷ് മാർക്കറ്റ് കണ്ടീഷൻസിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ പേഷ്യൻസോടുകൂടി പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ക്രിട്ടിക്കലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വളരെ പാനിക്കാകാതിരിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ സ്വയം കുറേയധികം ഫണ്ട് നമ്മൾ ബൊറോ ചെയ്ത് കൊണ്ടുവന്ന് പല ലെവലിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ കൂടുതൽ പാനിക്കാവുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ സ്റ്റോക്കുകൾ തിരിച്ചു വരികയും നമ്മൾ പ്രോഫിറ്റിലേക്ക് ആകുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഇത്രയും കാലം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജി അല്ലേ. അപ്പോൾ അത് ഈ പ്രാവശ്യവും നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുമെന്നും, എസ്പെഷ്യലി ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിൽ കോൺഫിഡൻസോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. സമയം ഇങ്ങനെയുള്ളൊരു സമയത്ത് അധികം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ഡെയിലി നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്ത് എത്ര ലോസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊരു നോഷണൽ ലോസ് ആണ്. നമ്മൾ സെല്ല് ചെയ്യാത്തോടത്തോളം കാലം നമുക്കതൊരു ലോസ് അല്ല എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം നമ്മളൊരു പേഷ്യൻസോടുകൂടി കാര്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാതെ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരും ദിവസങ്ങളിൽ നമ്മുടേതായ സ്ട്രാറ്റജികൾക്ക് ഫോളോ ചെയ്യാനുള്ള സമയം നമുക്ക് വരും.
അതുവരെയും നമ്മൾ ഒരു പേഷ്യൻസോട് കൂടി ഒരു ഒക്ടോബർ അവസാനം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള മാർക്കറ്റിൻ്റെ കറക്ഷൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് SIP പോലെയൊക്കെ കുറച്ച് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് വ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കറിയാം ഓട്ടോമൊബൈൽ സെക്ടർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണ് എന്നല്ലേ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സിൻ്റെ EV ഇലക്ട്രിക് വെഹിക്കിൾസ് വളരെ സക്സസ്ഫുള്ളി അവർക്ക് ലോഞ്ച് ചെയ്യാനും അത് നല്ല വോള്യൂം ബിസിനസ് ചെയ്യാനും സാധിച്ചതിന് ശേഷം ടാറ്റ മോട്ടോഴ്സ് വളരെ നല്ല പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്കാണ് അശോക് ലൈലൻഡ് വളരെ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് നടത്തുന്നുണ്ട് അടുത്ത സമയത്ത്. അതുപോലെ മാരുതി സുസുക്കി വളരെ നല്ല രീതിയിൽ വോള്യൂം ബിസിനസ് ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ്. അതുപോലെ വേറൊരു കമ്പനിയാണ് TVS മോട്ടോഴ്സ് എന്നുള്ളത്. മറ്റൊരു കമ്പനി ഹീറോ മോട്ടോർ കോർപ്പും അതുപോലെ മഹീന്ദ്രയും ബജാജ് ഓട്ടോ ആണ് ഇതുപോലെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള മറ്റ് വളരെ നല്ല സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകൾ നമുക്ക് പല മാർക്കറ്റ് കണ്ടീഷൻസിലാണെങ്കിലും പല ലെവലിലും നമുക്ക് എൻട്രി ചെയ്യാനും നമ്മുടെ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത AAA ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്തതാണ് നാഷണൽ അലുമിനിയം എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമ്മളൊരു 206 മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ലഭിച്ചാൽ 227 ആയിരുന്നു നമ്മൾ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 228 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന റെസിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ ഡയമണ്ട് പീക്ക് സീരീസ് എന്നുള്ള സ്റ്റോക്കുകൾ നമ്മൾ വളരെ സക്സസ്ഫുള്ളി നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെയാണ് പേഷ്യൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുകയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുക എന്നുള്ളത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത കുറേ സ്റ്റോക്കുകളുണ്ടായിരുന്നു. ആ സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഇതുപോലെ ഒരു ഡയമണ്ട് പീക്കിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 1 to 2 years പീരീഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പീരീഡിൽ പലപ്പോഴും നമുക്കറിയാം ഇതുപോലെയുള്ള വാർ ലൈക്ക് സിറ്റുവേഷൻ. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വാറിൻ്റെ സിറ്റുവേഷൻ കണ്ടു. അതുപോലെ കോവിഡിൻ്റെ ഇതായിട്ടുള്ള മാർക്കറ്റിലുള്ള കറക്ഷൻസ് കണ്ടു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡയമണ്ട് പിക്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഇതിലെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഫിറ്റിലെത്തി നമ്മുടെ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഈ മാർക്കറ്റിൻ്റെ കറക്ഷൻസിൽ പലരും ഒരു പാനിക് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മുടേതായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 3 ആയിരുന്നത് ക്യുക്ക് ഹീൽ എന്നുള്ള സ്റ്റോക്കാണ്. ക്യുക്ക് ഹീൽ ഞങ്ങൾ 230 ലെവലിലാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഇതുപോലെ ഒരു കറക്ഷനിലൂടെയൊക്കെ കടന്നു പോവുകയുണ്ടായി അല്ലേ. അപ്പോൾ അതിനുശേഷം ഒരു 150 ലെവൽ വരെയൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് വന്ന് 759 വന്നപ്പോൾ നമുക്കൊരു 230% പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് ക്യുക്ക് ഹീൽ എന്നുള്ള ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 3 റെക്കമെൻഡേഷനിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ ഡയമണ്ട് പിക്ക് 5 ആർ സിസ്റ്റംസ് ഞങ്ങൾ 175 റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 525 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമുക്കൊരു 200% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ആർ സിസ്റ്റംസിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ ഡയമണ്ട് പിക്ക് 7 HPL പവർ നമ്മൾ 50 റുപ്പീസിനാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 657 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 1200% പ്രോഫിറ്റാണ് നമുക്ക് HBL പവർ എന്നുള്ള ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 7 നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ ഡയമണ്ട് പിക്ക് 8 LG എക്യുപ്മെൻറ്റ്സ് ആയിരുന്നു. LG എക്യുപ്മെൻറ്റ്സ് 300 ഞങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം 650 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ മോർ ദാൻ 100% പ്രോഫിറ്റ് നേടാനായിട്ട് LG എക്യുപ്മെൻറ്റ്സിൽ സാധിച്ചു. അതുപോലെ ഡയമണ്ട് പിക്ക് 9 ആയിരുന്നു ഡാറ്റാമാറ്റിക്സ് എന്നുള്ള സ്റ്റോക്കായിരുന്നു. ഡാറ്റാമാറ്റിക്സ് നമ്മൾ 300 ലെവലിലായിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 762 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 150% പ്രോഫിറ്റ് നേടാനായിട്ട്
നമുക്ക് ഡാറ്റാമാറ്റിക്സ് എന്നുള്ള സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഡയമണ്ട് പിക്ക് 10 സാസ്ലർ ഇലക്ട്രോണിക്സ് എന്നുള്ള സ്റ്റോക്കിലായിരുന്നു നമ്മുടെ ഡയമണ്ട് പിക്ക് 10 ആയിരുന്നത്. ആ സ്റ്റോക്ക് ഞങ്ങൾ 175 എൻ്റർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഹ്യൂജ് റാലി നടത്തി 943 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 400% പ്രോഫിറ്റാണ് നമുക്ക് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ഡയമണ്ട് പിക്ക് 12 സെൻടെക്കിൽ നമ്മൾ 185 എൻ്റർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് 1673 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ നമുക്കൊരു മോർ ദാൻ 800% പ്രോഫിറ്റാണ് സെൻടെക്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ആസ്ട്രോ മൈക്രോവേവ് എന്നുള്ള ഡയമണ്ട് പിക്ക് 13A നമ്മൾ എൻ്റർ ചെയ്തിരുന്നത് 320 അതിനുശേഷം സ്റ്റോക്ക് ഒരു 840 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ 160%-ലധികം പ്രോഫിറ്റ് നേടാനായിട്ട് നമുക്ക് ആസ്ട്രോ മൈക്രോവേവിലും സാധിക്കുകയുണ്ടായി. അതുപോലെ നമ്മൾ ഏറ്റവും അടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരു ഡയമണ്ട് പിക്കാണ് ഗബ്രിയൽ എന്നുള്ള ഡയമണ്ട് പിക്ക് 18. ഈ സ്റ്റോക്ക് ഞങ്ങൾ 275 എൻ്റർ ചെയ്തതിന് ശേഷം 550 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നത്. മോർ ദാൻ 100% പ്രോഫിറ്റ് നമുക്ക് അവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ നമ്മുടെ ഗോൾഡൻ പിക്ക് സീരീസിലും ഇതുപോലെ നമുക്ക് കുറേയധികം പ്രോഫിറ്റ്സ് നേടാൻ സാധിച്ചിട്ടുള്ള കുറേയധികം റെക്കമെൻഡേഷൻസ് നൽകിയിട്ടുള്ളതാണ്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആയിരുന്നു ഗോൾഡൻ പിക്ക് 4 മാർസൺസ് ഫാർമ 160 എൻ്റർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് 328 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 100% പ്രോഫിറ്റിലേക്ക് നമുക്ക് മാർക്സ് ആൻഡ് ഫാർമയും എത്തുകയുണ്ടായി. എന്തായാലും ഞാൻ ഈ ഡയമണ്ട് പിക്സിൻ്റെയും ഗോൾഡൻ പിക്സിൻ്റെയും ഇത്രയധികം നമ്പർ ഓഫ് എക്സാമ്പിൾസ് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഈ സ്റ്റോക്കുകളൊന്നും ഒരിക്കലും നമ്മൾ മാർക്കറ്റ് വളരെ ഫേവറബിൾ ആയിട്ടുള്ള സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കുകളല്ല. നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം പലപ്പോഴും പല ടെൻഷനുള്ള സമയത്ത് കൂടെയും കടന്നു പോയിട്ട് അതിന് ശേഷമാണ് നമ്മൾ ടാർഗറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രമല്ല ഉണ്ടാകുക. പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ പലപ്പോഴും താഴേക്ക് പോയെന്നൊക്കെ ഇരിക്കും. അങ്ങനെയുള്ള സമയത്ത് വളരെ പേഷ്യൻസോടുകൂടി മാർക്കറ്റിൽ നമ്മൾ വളരെ ക്വാളിറ്റി സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. പക്ഷേ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കയ്യിലുള്ള സ്റ്റോക്കുകൾ ക്വാളിറ്റി സ്റ്റോക്കുകളാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഡയമണ്ട് പിക്സും ഗോൾഡൻ പിക്സും ഒക്കെ എപ്പോഴും വളരെ ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെയുള്ള സക്സസ് നമുക്ക് ഈ സ്റ്റോക്കുകളിൽ പിന്നീട് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഗോൾഡൻ പിക്ക് 8 ഞങ്ങൾ കഴിഞ്ഞ മാസം റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഇപ്പോഴും നമ്മുടെ ഒരു ബൈയിങ് റേഞ്ചിൽ തന്നെയാണുള്ളത്. ആ സ്റ്റോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോർട്ട് ടൈം പീരിയഡിലേക്കുള്ള റെക്കമെൻഡേഷൻസാണ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ളത്. ഈ സ്റ്റോക്കിൽ ഞങ്ങൾ ഒരു 1 മന്തിൻ്റെ പീരീഡിലൊക്കെ നമുക്കൊരു 15%-ഓളം പ്രോഫിറ്റ് നേടുന്നതിന് ഒരു 12-25%-ഓളം പ്രോഫിറ്റ് നേടുന്നതിനുള്ള റെക്കമെൻഡേഷൻസ് നൽകുന്നതാണ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ളത്. ഇത് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് എൻട്രി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ അവരെ മാർക്കറ്റിനെ പറ്റി പഠിക്കാനും സ്റ്റോക്കുകളെ പറ്റി പഠിക്കാനും ക്വാളിറ്റി സ്റ്റോക്കുകളിൽ വളരെ ഷോർട്ട് ടൈമിൽ ഒരു 12-25%-ഓളം പ്രോഫിറ്റ് നേടി അവരുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനും മാർക്കറ്റിനെ പറ്റി കോൺഫിഡൻസ് വരുന്നതിനും വളരെ സഹായിക്കുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിലൂടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വളരെ പുതിയതായിട്ട് എൻ്റർ ചെയ്യുന്നവരധികം പേരും ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം മാർക്കറ്റിനെ കുറിച്ചൊരു വളരെ നല്ല കോൺഫിഡൻസ് വരുന്നതിന് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിനുശേഷമാണ് പലരും നമ്മുടെ വെൽത്ത് ബിൽഡർ പാക്കിലേക്കും ഡയമണ്ട് പിക്കിലേക്കും അതുപോലെ ഗോൾഡൻ പിക്കിലേക്കും ഒക്കെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്യാറുള്ളത്. നമുക്ക് ആ ട്രിപ്പിൾ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിലും അതുപോലെ തന്നെ വെൽത്ത് ബിൽഡറിലും ഞങ്ങളുടെ ക്ലയൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത കുറച്ച് റെക്കമെൻഡേഷൻസ് കഴിഞ്ഞ മാസം നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അതിൽ നമ്മുടെ ബൽറാംപൂർ ചിനി എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നു 598-ലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 675-ലാണ്. ബൽറാംപൂർ ചിനിയിൽ ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ നമ്മൾ ക്യാമ്പസ് ആക്റ്റീവെയർ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 325-ലായിരുന്നു എൻ്റർ ചെയ്തത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഞങ്ങൾ 370-ൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി.
ഞങ്ങൾക്കൊരു 13% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ക്യാമ്പസ് ആക്റ്റീവ് വെയറിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ സെഞ്ചുറി പ്ലൈ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 660 എൻ്റർ ചെയ്തതിന് ശേഷം 910 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 37% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ നാഷണൽ അലുമിനിയം ഞങ്ങളുടെ ആവറേജ് ഒരു 120 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിന് ശേഷം 210 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 75% പ്രോഫിറ്റാണ് നാഷണൽ അലുമിനിയത്തിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് അഡ്വാൻസ് എൻസൈംസ്. ഞങ്ങളൊരു ആവറേജ് 450 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങൾ 540 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 20% പ്രോഫിറ്റാണ് അഡ്വാൻസ് എൻസൈംസിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ഹൈക്കാൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 300 ലെവൽ എൻ്റർ ചെയ്ത് 390 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റാണ് ഹിക്കാലിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ പ്രിസം ജോൺസൺ ഞങ്ങൾ 140 എൻ്റർ ചെയ്തതിന് ശേഷം 230 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 64% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ പ്ലാസ്റ്റിക് ബെൻസ് ഞങ്ങൾ 280 ലെവലിൽ എൻ്റർ ചെയ്തതിന് ശേഷം 390 പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഒരു 40% പ്രോഫിറ്റാണ് പ്ലാസ്റ്റിക് ബ്ലെൻസിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ദീപ് ഇൻഡസ്ട്രീസ് ഞങ്ങളൊരു 288 എൻ്റർ ചെയ്തതിന് ശേഷം 405 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 40% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ BASF ഇന്ത്യ 19% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ജയ്പ്രകാശ് പവർ വെഞ്ചേഴ്സ് 11% ഉയർന്നും. വേൾപൂൾ ഓഫ് ഇന്ത്യ 9% ഉയർന്നു. BSE ലിമിറ്റഡ് 9% ഉയർന്നു. വിജയ ഡയഗ്നോസ്റ്റിക്സ് 8% ഉയർന്നു. നാഷണൽ അലുമിനിയം കമ്പനി 8% ഉയർന്നു. ബൽറാംപൂർ ചീനി 7% ഉയർന്നു. ഏഞ്ചൽ 1 7% ഉയർന്നു. PTC ഇൻഡസ്ട്രീസ് 7% ഉയർന്നു. ടാറ്റ കെമിക്കൽസ് 7% ഉയർന്നു. ഡോക്ടർ ലാൽപത്ത് ലാബ്സ് 6% ഉയർന്നു. എക്സൈഡ് ഇൻഡസ്ട്രീസ് 6% ഉയർന്നു. പോളിക്യാബ് 6% ഉയർന്നു. പെട്രോനെറ്റ് LNG 6% ഉയർന്നു. ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് 6% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും ഈ സ്റ്റോക്കുകൾ ഈ ഇത്രയും മാർക്കറ്റിൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ട്രേഡിങ് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. ഈ സ്റ്റോക്കുകളും ഒരു അപ് ട്രെൻഡിൽ തന്നെ അടുത്ത ആഴ്ചയിലും കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും FIs 40,511.6 crores ഹെവി സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 33,074.5 crores വളരെ നല്ല രീതിയിലുള്ള ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി 27th സെപ്റ്റംബറിന് ക്ലോസ് ചെയ്തിരുന്നത് 26,178 30th സെപ്റ്റംബറിന് 368 പോയിൻറ്റ്സാണ് നിഫ്റ്റി താഴ്ന്നത്. അതിനുശേഷം 1st ഒക്ടോബറിന് 13 പോയിൻറ്റ്സ് താഴ്ന്നു. അതിനുശേഷം 3rd ഒക്ടോബറിന് 546 പോയിൻറ്റ്സിൻ്റെ ഹെവി ആയിട്ടുള്ള സെൽ ഓഫാണ് നിഫ്റ്റിയിൽ നമ്മൾ കണ്ടത്. 4th ഒക്ടോബറിന് വീണ്ടും 235 പോയിൻറ്റ്സൂടെ ആണ് താഴ്ന്നത്. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി ടോട്ടൽ കറക്റ്റ് ചെയ്തിരിക്കുന്നത് 1164 പോയിൻറ്റ്സ് ആണ്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സെപ്റ്റംബർ മന്തിൽ 574 പോയിൻറ്റ്സ് ആണ് നിഫ്റ്റി ആഡ് ചെയ്ത് ക്ലോസ് ചെയ്തിരുന്നത്. നിയർലി 950 പോയിൻറ്റ്സ് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്തിരുന്ന നിഫ്റ്റി പക്ഷേ ലാസ്റ്റ് ഡേയിലുണ്ടായിട്ടുള്ള സെൽ ഓഫ് കാരണം 574 പോയിൻറ്റ്സ് മാത്രമേ സെപ്റ്റംബറിൽ ആഡ് ചെയ്ത് ട്രേഡ് ചെയ്തത്. അതേസമയം ഒക്ടോബർ മന്തിൽ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഹെവി സെൽ ഓഫ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ 796 പോയിൻറ്റ്സ് ആണ് ഒക്ടോബർ മന്തിൽ ഇപ്പോൾ മൈനസിൽ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 200 DMA വരുന്നത് 23,136 100 DMA വരുന്നത് 24,270 50 DMA വരുന്നത് 25,033 20 DMA വരുന്നത് 25,501 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിവറ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് 25,372 അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ 25,617 25,777 26,482 26,539 26,945 27,141 എന്നീ ലെവൽസാണ്. അതേസമയം 25,372 താഴെ സപ്പോർട്ട് ലെവൽസ് 24,958 24,609 24,204 23,441 എന്നീ ലെവൽസാണ്. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു വീക്കിലി റേഞ്ച് നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,482 ലോവർ റേഞ്ച് 24,204 ആണ്. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 25,372 ആയിരിക്കും.
നമുക്കിനി ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെമ്പൽ ഫോർട്ടാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു 500 ലെവലിലാണ്. 500ന് മുകളിലേക്ക് ചെമ്പൽ ഫോർട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ചെമ്പൽ ഫോർട്ടിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 550 ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ചെമ്പൽ ഫോർട്ടാണ്. അതുപോലെ നമ്മുടെ ഈ വീക്കിൽ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് JK പേപ്പറാണ്. ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന 490 ലെവലിലാണ്. ഈ ലെവലിന് മുകളിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ JK പേപ്പറിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 550 ലെവലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് JK പേപ്പറാണ്. അതുപോലെ നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി, PCBL, ഗെയിൽ, HBL സിസ്റ്റംസ്, അതുപോലെ അപ്പോളോ ടയേഴ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.